തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുട്ടനാട്ടിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് NDA. BJP നേതാക്കൾക്ക് പിന്നാലെ BDJS സംഘം കുട്ടനാട്ടിലെത്തി നെൽകർഷകരെ കണ്ടിട്ടുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ എന്നല്ല ഒരിടത്തും മത്സരിക്കാനില്ല എന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർധനവ് മുതൽ നെല്ലിന്റെ വില വൈകുന്നതുവരെ കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിനാണ് സംസ്ഥാന NDA നേതൃത്വം ശ്രമിക്കുന്നത്. കഴിഞ്ഞ മാസം കേന്ദ്ര കൃഷി വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്കൊപ്പം സംസ്ഥാന BJP നേതാക്കൾ കുട്ടനാട്ടിലെത്തി നെൽകർഷകരെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് NDA കൺവീനർ കൂടിയായ BDJS അധ്യക്ഷനും കുട്ടനാട്ടിലെത്തിയത്. പഠിച്ച ശേഷം ഞങ്ങൾ അടുത്ത ദിവസം രാജീവ്ജിയും ഞാനും കൂടെ ഡൽഹി വെച്ച് അവിടെ നിന്ന് ഒരു ഡിസ്കഷൻ നടത്തിയിട്ടത് PM-ആയിട്ടും അമിത് ഭായിയായിട്ടൊന്ന് കണ്ട് സംസാരിച്ചതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. NDAയ്ക്ക് വേണ്ടി കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BDJS ആണ് കുട്ടനാട്ടിൽ മത്സരിച്ചത്. 1.25 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുകയും ചെയ്തു. തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ LDF-ഉം UDF-ഉം ചെറിയ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയിട്ടുള്ള കുട്ടനാട് പിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രാവശ്യം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനമായിട്ടും ഞങ്ങളുടെ ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നുമാണ് BJP നേതൃത്വം പറയുന്നത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.